Okay. Labor. Okay, labor turnover. Labor turnover in an organization is the rate of change in composition of employee force during a specified period measured against a suitable index. അപ്പോൾ നമുക്ക് എംപ്ലോയീസ് എത്ര എംപ്ലോയീസ് മാറിയും തിരിഞ്ഞു പോകുന്നു വരുന്നു പോകുന്നു എന്ന് നോക്കുന്നതാണ് ലേബർ ടേൺഓവർ. അതിന്റെ ഫോർമുലാസ് നോക്കാം. റീപ്ലേസ്മെന്റ് മെത്തേഡ്, നമ്പർ ഓഫ് എംപ്ലോയീസ് റീപ്ലേസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഇപ്പൊ ടെക്നോ പാർക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസ് റീപ്ലേസ്ഡ് ഡ്യൂറിംഗ് എ ഇയർ, ഒരു ഇയറിൽ എത്ര എംപ്ലോയീസിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു, divided by average number of employees on roll during the year into 100. Separation method, number of employees separated during the year divided by average number of employees on roll during the year into 100. അടുത്ത ഫ്ലെക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് മെത്തേഡിന്റെയും സെപ്പറേഷൻ മെത്തേഡിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. നമ്പർ ഓഫ് സെപ്പറേഷൻ plus number of replacement all divided by average number of employees on roll into 100. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ഫോർമുല ഇടാം? number of separations plus number of accession divided by average number of employees on roll into 100. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, നമ്മൾ ജസ്റ്റ് അതിനകത്ത് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോസസ് ഓഫ് എംപ്ലോയി ടേൺ ഓവർ, എന്തുകൊണ്ടാണ് എംപ്ലോയീസ് ഇങ്ങനെ പോയി വന്ന് അല്ലെങ്കിൽ ഒരുപാട് എംപ്ലോയീസ് പോകുന്നു, ഇതൊക്കെ എന്തുകൊണ്ടാണ് പാർക്കിൽ ഈ ടെക്നോ പാർക്കിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പേഴ്സണൽ കോസസ്, ചേഞ്ചസ് ഓഫ് ജോബ്സ് ഫോർ ബെറ്റർമെന്റ്, പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേറെ പുറത്ത് ചിലപ്പം കൊച്ചിയിൽ ബെറ്റർ ജോബ് കിട്ടി, അപ്പൊ ചേഞ്ചസ് ഓഫ് ജോബ്സ് ഫോർ ബെറ്റർമെന്റ്. പ്രീമച്വർ റിട്ടയർമെന്റ് ഡ്യൂ ടു ഇൽ ഹെൽത്ത് ഓൾഡ് ഏജ്, 40 വയസ്സിനപ്പുറം ഒക്കെ അല്ലെങ്കിൽ 50 വയസ്സിനപ്പുറം അവര് ചിലപ്പോൾ സ്വയം റിട്ടയർഡ് ആയിട്ട് പോകും, ഇൽ ഹെൽത്ത് കൊണ്ട് ഓൾഡ് ഏജ് കൊണ്ട്. ഡൊമസ്റ്റിക് പ്രോബ്ലം, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, കുട്ടികളെ നോക്കാൻ, ഡിസ്കണ്ടന്റ് ഓവർ ദ ജോബ്സ് ആൻഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ആയിട്ട് അവർക്ക് സ്യൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് പേഴ്സണൽ കോസസ്. ഇനി അൺഅവോയ്ഡബിൾ കോസസ് എന്താണെന്ന് നോക്കാം. സീസണൽ നേച്ചർ ഓഫ് ബിസിനസ്, അവർക്ക് സീസണിൽ ഇപ്പൊ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ സീസണിൽ മാത്രമേ അവർക്ക് വർക്ക് ഉണ്ടാവുള്ളൂ. ഇനി ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ വളരെ കുറവാണ്, പവർ സ്ലാക്ക് മാർക്കറ്റ് ഒക്കെ ആവാം, പ്ലാന്റ് ലൊക്കേഷൻ ഇവിടുന്ന് മാറ്റുകയാണ്, അപ്പൊ അവർക്ക് എന്തെങ്കിലും തമിഴ്നാട്ടിലേക്ക് ലൊക്കേഷൻ മാറ്റുമ്പോൾ അവർക്ക് കുടുംബസമേതം ഷിഫ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഡിസേബിലിറ്റി, മേക്കിംഗ് എ വർക്കർ അൺഫിറ്റ് ഫോർ വർക്ക്, ഡിസബിലിറ്റി വരുന്നു, ആക്സിഡന്റ് വന്ന് ഡിസിപ്ലിനറി മെഷേഴ്സ് വരുന്നു. ഇനി അവോയ്ഡബിൾ കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവോയ്ഡബിൾ കോസ് എന്ന് പറഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ജോബ്, റെമുനറേഷൻ, അവേഴ്സ് ഓഫ് വർക്ക്, ചിലപ്പോൾ അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കാണും, അപ്പൊ ചിലവർക്ക് അത് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. റെമുനറേഷൻ പ്രോബ്ലം, സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് വിത്ത് മാനേജ്മെന്റ്, സൂപ്പർവൈസേഴ്സ്, പക്ക ബിസിനസ് ഓറിയന്റഡ് മെന്റാലിറ്റി ആയിട്ടുള്ള ജോലിയുമായിട്ട് ഒത്തുപോകാൻ ചിലർക്ക് പ്രയാസമാണ്. lack of training facilities, lack of recreational medical facilities ഒക്കെ വളരെ പോറാണ്. ലോ വേജസ് അലവൻസ് ആയതുകൊണ്ടാവാം ഇവര് പോകുന്നത്. ഇനി കോസ്റ്റ് ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ ലേബർ ടേൺ ഓവർ, പ്രിവെന്റീവ് കോസ്റ്റ് ഉണ്ട്. ദ കോസ്റ്റ് ഇൻകേർഡ് ടു പ്രിവെന്റ് എംപ്ലോയി ടേൺ ഓവർ ഓർ കീപ് ഇറ്റ് ആസ് ലോവസ്റ്റ് ആസ് പോസിബിൾ. നമ്മൾ എംപ്ലോയീസ് പോകുന്നത് കുറയ്ക്കാൻ നല്ലൊരു ടെക്നിക്കാണ്. അവർക്ക് ഇയർലി ടൂർ കൊടുക്കാം, ഫാമിലി ടൂറിനുള്ള ഫെസിലിറ്റി കൊടുക്കാം, പിന്നെ അവരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടി ഉള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ട്രെയിനിങ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും രീതിയിൽ എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുക്കണം, എന്ത് വേണമെങ്കിലും ചെയ്ത് അവരെ പിടിച്ചു നിർത്താൻ നോക്കുക. Replacement cost, these are the costs which arise due to employee turnover. If employees leave soon after they acquire the necessary training, ചില പുതിയതായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്ത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി കൊണ്ടുവന്നവരായിരിക്കും, പക്ഷെ അവർക്ക് അത്യാവശ്യമുള്ള എക്സ്പീരിയൻസും ട്രെയിനിങ്ങും കിട്ടിക്കഴിയുമ്പോൾ അവരെ പൊടിയും കിട്ടി അടുത്ത നല്ല ജോബും കിട്ടിപ്പോവും. അപ്പൊ നമുക്കത് അഡീഷണൽ ആയിട്ട് കോസ്റ്റ് വരികയാണ് ചെയ്യുന്നത്, വീണ്ടും പോയി പുതിയ എംപ്ലോയീസിനെ എടുക്കണം അല്ലെ. അപ്പൊ അടുത്ത് നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. എന്താണ് പ്രോബ്ലം? The accountant of Y Limited has computed employee turnover rates for the quarter ended 31st March 2020. അപ്പോൾ എംപ്ലോയി ടേൺ ഓവർ റേറ്റ് എങ്ങനെയാണ്? 10%, 5%,
3%. ഈ ക്വസ്റ്റ്യനിൽ ടേൺ ഓവർ റേറ്റ് തന്നെ കണ്ടുപിടിച്ചേക്കാണ്. അത് ഏതൊക്കെ മെത്തേഡ്? ഫസ്റ്റ് പ്ലസ് മെത്തേഡ്, അത് കഴിഞ്ഞ് റീപ്ലേസ്മെന്റ് മെത്തേഡ്, പിന്നെ സെപ്പറേഷൻ മെത്തേഡ്. ഈ നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡ്യൂറിംഗ് ദ ക്വാർട്ടർ. ഈ ക്വാർട്ടറിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ് ആയത് 30 ആണ്. നമ്മൾ എത്ര പേര് ജോയിൻ ചെയ്തു, എത്ര പേര് ലെഫ്റ്റ് ആയി, എത്ര പേര് ഇക്വലന്റ് എംപ്ലോയി ടേൺ ഓവർ റേറ്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇത് ബേസിക് ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് അതിന്റെ ഒരു ലെവൽ അപ്പുറമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ ഫോർ ദ ക്വാർട്ടർ, എംപ്ലോയി ടേൺ ഓവർ റേറ്റ് യൂസിങ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. നമ്മൾ റീപ്ലേസ്മെന്റ് മെത്തേഡിന് ഫോർമുല പഠിച്ചായിരുന്നു. എന്താണ്? നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം തന്നെ എന്താണ് തന്നിരിക്കുന്നത്? റീപ്ലേസ്മെന്റ് മെത്തേഡിൽ റേറ്റ് ആണ് തന്നിരിക്കുന്നത്. നോക്ക്, ഫ്ലെക്സ് മെത്തേഡ് ആൻസർ തന്നിട്ടുണ്ട് 10%, റീപ്ലേസ്മെന്റ് മെത്തേഡിന്റെ ആൻസർ 5%, സെപ്പറേഷൻ മെത്തേഡിന്റെ ആൻസർ 3%. ആൻസറേ തന്നിരിക്കുകയാണ്. അപ്പം പ്ലസ് മെത്തേഡ് 5% ഈസിക്വൽ നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 30 ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ നമുക്ക് കിട്ടും. അതാണ് 600. ഇനി നമ്പർ ഓഫ് വർക്കേഴ്സ് റിക്രൂട്ടഡ് ആൻഡ് ജോയിൻഡ് എന്ന് പറയുമ്പോൾ ഫ്ലെക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. അപ്പം ഫ്ലെക്സ് മെത്തേഡ് നോക്കുമ്പോഴത്തേക്കും നമ്പർ ഓഫ് സെപ്പറേഷൻസ് പ്ലസ് നമ്പർ ഓഫ് അസെഷൻസ് ഹോൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ. അപ്പൊ ഈ ഫ്ലെക്സ് മെത്തേഡിൽ നമുക്ക് ആൻസർ തന്നിട്ടുണ്ടായിരുന്നു. എത്ര ആൻസർ തന്നത്? 10%. അപ്പൊ 10% ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് സെപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എത്ര പേര് സെപ്പറേറ്റ് ചെയ്ത് പോയി? അത് മനസ്സിലാക്കണേ എങ്ങനെയാന്ന് വെച്ചാൽ, അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അടുത്തതും കൂടെ നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് എന്നുള്ള ഫോർമുലയിൽ പോയി ചെയ്താലല്ലേ നമ്പർ ഓഫ് സെപ്പറേഷൻസ് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് ആൻഡ് ഡിസ്ചാർജിൽ പോയി നമ്മൾ നോക്കും. അപ്പൊ എന്ത് സംഭവിക്കാം? അപ്പൊ അതിന്റെ ഫോർമുല എന്താ? സെപ്പറേഷൻ മെത്തേഡിന്റെ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ ഇൻറ്റു 100. സെപ്പറേഷൻ മെത്തേഡിന്റെ ആൻസർ 3% ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 3% is equal to number of separation divided by average number of workers on roll. നമ്മൾ ഫസ്റ്റ് ഫോർമുലയിൽ നിന്ന് ഏതിന്റെ? റീപ്ലേസ്മെന്റ് മെത്തേഡിന്റെ ഫോർമുലയിൽ നിന്ന് 600 കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ടാണ് 3% is equal to number of separation all divided by 600 ചെയ്ത് അപ്പോൾ number of separation 18 നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് കിട്ടുന്ന 18നെയാണ് നമ്മൾ ഇവിടെ കൊണ്ട് number of separation 80 എന്ന് കൊടുത്തത്. പ്ലസ് number of associates നമുക്കറിയില്ല. All divided by average number of workers on roll എന്ന് പറയുമ്പോൾ എത്ര? 600 നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 42 ആണ് നമ്പർ ഓഫ് അസെഷൻസ്. അതായത് നമ്പർ ഓഫ് അസെഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വർക്കേഴ്സ് റിക്രൂട്ടഡ് ആൻഡ് ജോയിൻഡ്. നമ്പർ ഓഫ് വർക്കേഴ്സ് റിക്രൂട്ടഡ് ആൻഡ് ജോയിൻഡ് ആണ് നമ്പർ ഓഫ് അസെഷൻസ് എന്ന് പറഞ്ഞത്. ഇനി calculation of equivalent employee turnover rates. Employee turnover rate for the quarter 4 divided by number of quarters into 4 quarters. Equivalent employee turnover rate നമ്മൾ നോക്കുകയാണ് ഓരോ മെത്തേഡിൽ. എത്ര ക്വാർട്ടേഴ്സ് ഉണ്ട്? നമ്മൾ ഒരു ക്വാർട്ടർ വെച്ചാണ് ചെയ്തത്. ഒരു ക്വാർട്ടറിനാണ് 10% അല്ലേ? നമ്മൾ എത്ര ക്വാർട്ടർ ഉണ്ടായിരുന്നു? നമ്മൾ ഒരു ക്വാർട്ടറാണ് പ്രോബ്ലത്തിൽ ചെയ്തത്. അങ്ങനെ എല്ലാ കമ്പനിക്കും 4 ക്വാർട്ടർ ഉണ്ട്. 10% divided by 1 into 4, 5% divided by 1 into 4, 3% divided by 1 into 4 ചെയ്യുമ്പോൾ നമുക്ക് 4 quarters, അതായത് ഇയർലി നമുക്ക് കിട്ടും. 1 year is equal to 4 quarters. ഓക്കെ, ഇതാണ് പ്രോബ്ലം. അടുത്ത ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇത് ചെയ്യാം. The management of BR Limited is worried about their increasing employee turnover. Employee turnover കൂടുന്നതുകൊണ്ട് അവർ worried ആയിട്ടിരിക്കുകയാണ്. Before analyzing the process and taking remedial steps, it wants to have an idea of the profit foregone as a result of employee turnover. എത്ര പ്രോഫിറ്റ് ആണ് foregone ആയിരിക്കുന്നത് ഈ എംപ്ലോയി turnover കാരണം? ലാസ്റ്റ് ഇയറിലെ സെയിൽസ് 83,03,300 ഉണ്ടായിരുന്നു.
അവിടെ PV ratio എന്ന് പറഞ്ഞാൽ 20% ആണ്. Total number of actual hours worked by direct employees അവർ 4.45 ലക്ഷം hours ആക്ച്വൽ ആയിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ എംപ്ലോയീസ് പാർക്കിലെ എംപ്ലോയീസ് 4.45 ലക്ഷം hours വർക്ക് ചെയ്തു. Actual direct employee hours include 30 hours attributable to ഈ 4,45,00,000 വർക്ക് ചെയ്തതിൽ 30,000 hours അവർക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി എടുത്തു സമയം പാഴായിട്ടുണ്ട്. ഔട്ട് ഓഫ് വിച്ച് ആ 30,000 തന്നെ പകുതിയോളം അൺപ്രൊഡക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് as a result of delay by personnel department in filling the vacancies due to employee turnover 1 lakh അങ്ങനെ കറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്താത്തതുകൊണ്ട് 1 lakh പൊട്ടൻഷ്യൽ പ്രൊഡക്റ്റീവ് അവേഴ്സ് ആണ് നഷ്ടപ്പെട്ടത്. ഇതിനകത്ത് ട്രെയിനിങ് അവേഴ്സ് കൂട്ടാതെ തന്നെ ട്രെയിനിങ് അവേഴ്സ് 30,000 ആയിട്ട് പകുതി അൺപ്രൊഡക്റ്റീവ് ആയിരുന്നു കളിയും ചിരിയും. ബാക്കി ഇവരെ റിക്രൂട്ട് ചെയ്യാൻ താമസിച്ചതുകൊണ്ട് 1 lakh പൊട്ടൻഷ്യൽ പ്രൊഡക്റ്റീവ് അവേഴ്സും നഷ്ടപ്പെട്ടിട്ടുണ്ട്. The cost incurred consequent on employee turnover revealed on analysis the following. Settlement cost due to leaving. ഇവര് പോവായതുകൊണ്ട് സെറ്റിൽമെന്റ് കോസ്റ്റ് പലരും പോകുന്നതുകൊണ്ട് സെറ്റ് ചെയ്ത് വിടണം. അതായത് 43,820 വന്ന് പലരെ റിക്രൂട്ട് ചെയ്യാനുള്ള ചെലവ്, സെലക്ട് ചെയ്യാനുള്ള ചെലവ്, സെലക്ട് ചെയ്യുന്നതിന് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ചെലവ്. Assuming that potential production loss as a consequence of employee turnover could have seen sold at prevailing prices. Find the profit forgone last year on account of employee turnover. നമ്മൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വൽ അവേഴ്സ് അവർ 4,45,000 hours ആണ് വർക്ക് ചെയ്തത്. പക്ഷെ 30,000 hours ട്രെയിനിങ്ങിൽ അതിന്റെ പകുതി 15,000 hours കളിയും ചിരിയുമായിരുന്നു. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ 4,30,000 hours ആണ് അവര് ശരിക്കും പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചു. 4,45,000 hours ജോലിക്കാരെ വർക്ക് ചെയ്തെങ്കിലും അതിനകത്ത് 30,000 ട്രെയിനിങ് ആയിരുന്നു. 30,000ന്റെ പകുതിയും കളിയും ചിരി ആയതുകൊണ്ടാണ് 15,000 കുറച്ചത്. അങ്ങനെ 4,30,000 ആണ് പ്രൊഡക്റ്റീവ് അവേഴ്സ്. പ്രൊഡക്റ്റീവ് അവേഴ്സ് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ റിക്രൂട്ട് ചെയ്യാൻ താമസിച്ചുകൊണ്ട് 1 ലക്ഷവും അതുകൂടാതെ കളിയും ചിരിയും കാരണം 15,000 രണ്ടും കൂടെ കൂട്ടും 1,15,000 പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവേഴ്സ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഡ്യൂ ടു അൺപ്രൊഡക്റ്റീവ് അവേഴ്സ് അവർക്ക് മൊത്തത്തിൽ സെയില് 83,03,300 സെയിൽ നടന്നിട്ടുണ്ട്. ഹോൾ ഡിവൈഡ് ബൈ അവർക്ക് ആക്ച്വൽ ആയിട്ട് പ്രൊഡക്റ്റീവ് അവേഴ്സ് 4,30,000 വന്നുള്ളൂ. അൺപ്രൊഡക്റ്റീവ് ആയിട്ടാണ് വേസ്റ്റ് ചെയ്തത് 1,15,000. അപ്പൊ ഏകദേശം സെയിൽസിന്റെ ഏകദേശം എത്ര എമൗണ്ടിന് തുല്യം അവർ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്? 1,15,000 ഡിവൈഡ് ബൈ 4,30,000. സെയിൽസിന്റെ ഏകദേശം 26.7% തുല്യമായുള്ള എമൗണ്ട് ഇത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് അത് കിട്ടി. കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് ഫോർ 1,15,000 hours. ഈ 1,50,000 hours നമുക്ക് എത്ര കോൺട്രിബ്യൂഷൻ നഷ്ടപ്പെട്ടു എന്നാണ് നോക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ലോസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഡ്യൂ ടു അൺപ്രൊഡക്റ്റീവ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 22,26,650 രൂപയാണ്. അതേ ഇൻറ്റു PV റേഷ്യോ. നമുക്ക് ഏകദേശം സെയിൽസിന്റെ ഒരു 22,20,650 രൂപയ്ക്ക് തുല്യമായിട്ടുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇൻറ്റു PV റേഷ്യോ 20%. ഓക്കെ, അത് PV റേഷ്യോ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. PV റേഷ്യോന്റെ ഫോർമുലാസ് ഡിസ്കസ് ചെയ്യാം. PV റേഷ്യോ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ഫസ്റ്റ് ഫോർമുല. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഹോൾ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 സെക്കൻഡ് ഫോർമുല. ഫിക്സഡ് പ്ലസ് പ്രോഫിറ്റ് ഹോൾ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 തേർഡ് ഫോർമുല. ഇല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഓർ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഹോൾ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 ഫോർത്ത് ഫോർമുല. ഇത് PV റേഷ്യോയുടെ ഫോർമുലാസ് ആണ്. ഇനി കമ്പ്യൂട്ടേഷൻ പ്രോഫിറ്റ് ഫോർഗോൺ ഓൺ അക്കൗണ്ട് ഓഫ് എംപ്ലോയി ടേൺഓവർ. കോൺട്രിബ്യൂഷൻ ഫോർഗോൺ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ കോൺട്രിബ്യൂഷൻ നമുക്ക് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. നമ്മൾ 4,44,130 കണ്ടുപിടിച്ചു. സെറ്റിൽമെന്റ് കോസ്റ്റ് ഡ്യൂ ടു ലീവിംഗ്. സെറ്റിൽമെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 43, 26, 12, 30. അപ്പൊ ഇത്രയും നമുക്ക് വരുന്ന കമ്പനിക്ക് വന്ന ചെലവാണ്.
അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ പ്രോഫിറ്റ് നമുക്ക് നഷ്ടപ്പെട്ട ഏകദേശ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയും എമൗണ്ട് നമുക്ക് നഷ്ടം വന്നു. ഓക്കെ, ഇത്രയും നമുക്ക് നഷ്ടം വന്നു ഈ ഇത്രയും ലേബർ ടേൺ ഓവർ വന്നതുകൊണ്ട്. അടുത്ത ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് ഉണ്ട്. ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ്, ഇൻഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ്. ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻകർഡ് ഇൻ പേയ്മെന്റ് ഓഫ് എംപ്ലോയീസ് who are directly engaged in the production process. ഡയറക്ട്ലി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടവർ. പക്ഷെ ഇൻഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി അല്ല അവർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് ക്യാൻ ബി ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കോസ്റ്റ് യൂണിറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. പക്ഷെ ഇൻഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് ബേസിസിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. Direct employee cost varies with volume of production and positive relationship with volume വെച്ച് മാറിക്കൊണ്ടേയിരിക്കും. Indirect employee cost may not vary. Volume of production ബേസ് ചെയ്ത് ഇൻഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് മാറണമെന്നില്ല. ഇനി ഐഡൽ ടൈം എന്ന് പറഞ്ഞെന്താന്ന് നോക്കാം. The time during which ഒരു പ്രൊഡക്ഷൻ നടന്നില്ല, വെറുതെ ഇരിക്കുക ഇല്ലേ, is carried out because the worker remains idle ആയിട്ടിരിക്കുന്ന സമയം. കോസസ് ഓഫ് ഐഡിൽ ടൈം. നോർമൽ ഐഡിൽ ടൈം ഉണ്ട്, അബ്നോർമൽ ഐഡിൽ ടൈം ഉണ്ട്. നോർമൽ എന്താന്ന് നോക്കാം. ദ ടൈം ലോസ്റ്റ് ബിറ്റ്വീൻ ഫാക്ടറി ഗേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് വർക്ക്. ഫാക്ടറി ഗേറ്റും പ്ലേസ് ഓഫ് വർക്കിലേക്ക് അവർ വരാനും പോകാനും എടുക്കുന്ന ആ മൂവ്മെന്റിന്റെ ടൈം ലോസ്റ്റ്. ഇന്റർവൽ ഒരു ജോബിന് മറ്റു ജോബിലേക്ക് അവർ പോകുമ്പോൾ ഉണ്ടാകുന്ന ഇന്റർവൽ. സെറ്റിംഗ് അപ്പ് ടൈം ഫോർ എ മെഷീൻ. ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് റെഡിയാക്കി വരാൻ വേണ്ടി എടുക്കുന്ന സമയം. നോർമൽ ആയിട്ടുള്ള അവരുടെ റെസ്റ്റ് ടൈമും ബ്രേക്ക് ഓഫ് ലഞ്ച് ഒക്കെ നോർമൽ ആയിട്ടുള്ളതാണ്. ഇത് ട്രീറ്റ്മെന്റ് നിന്ന് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അബ്നോർമൽ ഐഡൽ ഐറ്റം എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഫാക്ടേഴ്സ് ലൈക്ക് ലാക്ക് ഓഫ് കോർഡിനേഷൻ വരാം, അവർക്ക് പവർ ഫെയിലിയർ ഉണ്ടാവും, മെഷീൻ ബ്രേക്ക് ഡൗൺ ആവും, റോ മെറ്റീരിയൽ ഇല്ലാതെ വരുന്നു, സ്ട്രൈക്ക് നടത്തുന്നു, ഫ്ലഡും ഫയറും വന്നു, ഇങ്ങനത്തെ ഒക്കെ വരുമ്പം സ്റ്റേറ്റ്മെന്റ് ആസ് എ സെപ്പറേറ്റ് ഐറ്റം ഇൻ കോസ്റ്റിംഗ് പി ആൻഡ് അക്കൗണ്ട് ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ടാണ് നമ്മൾ കാണിക്കുക. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. ഇൻ എ ഫാക്ടറി വർക്കിംഗ് 6 days in a week, 8 hours each day. ഒരു വീക്കിൽ 6 days ആണ് വർക്ക് ചെയ്യാം. ഓരോ ദിവസവും 8 hours വർക്ക് ചെയ്യും. സൺഡേ ഹോളിഡേ ആണ്. A worker is paid at the rate of 100 per day. Basic 100 plus dearness allowance 120% ആണ് കൊടുക്കുന്നത്. 100 plus 120% of 100. Basic plus D ആണ് നൽകുക. He is allowed to take 30 minutes off എടുക്കാം. During his hours shift for meals break. ആഹാരം കഴിക്കാൻ വേണ്ടി 30 minutes ഓഫ് എടുക്കുന്നുണ്ട്. ആൻഡ് 10 minutes റെസ്റ്റിംഗ് കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ കാർഡില് അദ്ദേഹം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത അവേഴ്സ് ആണ് ഈ കാണിക്കുന്നത്. ഇതിന്റെ സം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം 40 hours ആണ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം എത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്നതായിരുന്നു നമുക്ക് നോക്കാം. 8 hours ആണ് ഒരു വൺ ഡേ ഉള്ളു. 1 day 8 hours. ഈ 8 hours എന്ന് പറഞ്ഞാൽ 8 into 60 minutes. 8 into 60 minutes minus 30 minutes ലഞ്ച്, 10 minutes റെസ്റ്റ്. അപ്പം 8 into 60 എന്ന് പറഞ്ഞാൽ 480. 480 minutes minus 30 plus 10 40 minutes. 480 minus 40 is equal to 440 minutes into 6 days. Okay. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2640 minutes എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ വീണ്ടും 60 minutes ആക്കിയാലേ അവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. 2640 ഡിവൈഡ് ബൈ 60 അടിച്ചാൽ 44 hours. അപ്പൊ 44 hours ആണ് ടോട്ടൽ എഫക്റ്റീവ് അവേഴ്സ് ഇൻ എ വീക്ക് നമുക്ക് മനസ്സിലായി. ടോട്ടൽ വേജസ് ഫോർ എ വീക്ക് എന്ന് പറയുമ്പോൾ ബേസിക് എന്ന് പറഞ്ഞാൽ 100 rupees ആണ്. ഡിഎൻഎസ് അലവൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കിന്റെ 120%.
ഓക്കെ 100 ഇൻറ്റു 120% 120. അപ്പോൾ 100 പ്ലസ് 120 ഇൻറ്റു 6 ഡേയ്സ് അടിക്കുമ്പോൾ 1320 ആണ് ടോട്ടൽ വേജസ് ഒരു വീക്കിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ 44 hours ആണ് ഒരു ആൾ വർക്ക് ചെയ്യേണ്ടത്. 1320 ആണ് വേജസ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഒരു മണിക്കൂറിന് കമ്പനി വേജസ് എത്ര ഫാക്ടറി എത്ര വേജസ് കൊടുക്കും? 1320 വേജസ് ഇൻ എ വീക്ക് ഡിവൈഡഡ് ബൈ 44 hours ഇൻ എ വീക്ക് ഈസ് ഈക്വൽ ടു എത്ര വരും? 1320 ഡിവൈഡഡ് ബൈ 44 എന്ന് പറഞ്ഞാൽ 30 rupees 30 per hour ആണ് അവർ എംപ്ലോയീസിന് കൊടുക്കുന്നത്. rupees 30 per hour എംപ്ലോയീസിന് കൊടുക്കും. അങ്ങനെയാണ് 1320 സാലറി കൊടുക്കുന്നത്. ഒരു എംപ്ലോയി ഒരു 44 hours വർക്ക് ചെയ്യണം. പക്ഷെ ഈ കേസിൽ അദ്ദേഹം ടോട്ടലി ഇപ്പോൾ 40 hours വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി 4 hours ഏതോ ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയോ വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. അത് സാരമില്ല. അബ്നോർമൽ ഐഡൽ ടൈം എന്ന് പറയുമ്പോൾ 4 hours, പക്ഷെ അതിന് പേയ്മെന്റ് കൊടുക്കും. ഓക്കെ. അലോക്കേഷൻ വേജസ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് 15, 12, 13, 4 കൂടെ ചേർത്ത് എല്ലാത്തിനും 30 രൂപ വെച്ച് കൊടുക്കുമ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 1320 rupees വേജസ് പെർ വീക്ക് ടോട്ടൽ കിട്ടും. അടുത്ത ഓവർ ടൈം. വർക്ക് ഡൺ ബിയോണ്ട് നോർമൽ വർക്കിംഗ് അവേഴ്സ്. നോർമൽ സമയത്തെക്കാളും അപ്പുറം വർക്ക് ചെയ്ത ഓവർ ടൈം നമ്മൾ വിളിക്കും. ഓവർ ടൈം പ്രീമിയം ഉണ്ട്. വേറെ വർക്കർ വർക്ക്സ് ഇൻ എ ഫാക്ടറി ഫോർ മോർ ദാൻ ഒരു ദിവസം 9 hours കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഓർ ഫോർ മോർ ദാൻ 48 hours ഇൻ എ വീക്ക്, ഒരു ദിവസം 9 hours കൂടുതലോ ഒരാഴ്ച 48 മണിക്കൂറിൽ കൂടുതലോ 48 hours കൂടുതലോ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓവറായിട്ട് വർക്ക് ചെയ്തത് ഓവർ ടൈം വർക്കുമായിട്ടും അതിന് ട്വൈസ് ദ ഓർഡിനറി വേജസിന്റെ 2 ഇരട്ടി വേജസും കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. Calculate the earnings of A and B from the following particulars for a month and allocate employee cost to each job X, Y and Z. A B ഉണ്ട്. ബേസിക് വേജസ് തന്നിരിക്കും 10,000, 15,000. ഡിയർനസ് അലവൻസ് ഉണ്ട്. കോൺട്രിബ്യൂഷൻ ടു PF ഓൺ ബേസിക് വേജസ്, ESI കോൺട്രിബ്യൂഷൻ ഉണ്ട്. ബേസിക് വേജസിന്റെ മുകളിലുള്ള പെർസെന്റേജ് ആണ് തന്നിരിക്കുന്നത്. ഓവർ ടൈം ആയിട്ട് അദ്ദേഹം 10 hours വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നത് തന്നെ. നോർമൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഒരു മാസം 200 ആണ്. ഓവർ ടൈം ആയി വർക്ക് ചെയ്തതിന് ഡബിൾ നോർമൽ വേജസിന്റെ ഡിയർനസ് അലവൻസിന് ഡബിൾ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റേറ്റ് ഇൻഷുറൻസ് ആൻഡ് പ്രൊവിഡന്റ് ഫണ്ട് അറ്റ് ഈക്വൽ റേറ്റ്സ് വിത്ത് എംപ്ലോയിയും എംപ്ലോയറും കൂടെ ഏകദേശം ഒരുപോലെയാണ് കോൺട്രിബ്യൂഷൻ പോകുന്നത്. ടു വർക്കേഴ്സ് XYZ ആണ് ജോലിയിലാണ്. 3 ജോബിൽ എംപ്ലോയി ചെയ്തിട്ടുണ്ട്. വർക്കറെ 40% സമയം എക്സ് പ്രോഡക്റ്റ് ഉണ്ടാക്കി എക്സിൽ ജോലി ചെയ്തു, 30% സമയം വൈയില്, 30% സമയം ഇസഡില്. അതുപോലെ വർക്കർ ബി 50-20-30:2 ഈ 3 സെക്ഷനിൽ വർക്ക് ചെയ്തത്. ഓവർ ടൈം ആയിട്ട് ചെയ്തത് ബൈ ഡിപ്പാർട്ട്മെന്റിലാണ്. 10 hours ആണ് ചെയ്തത്. ആരാണ് ചെയ്തത്? എ ആണ് ചെയ്തത്. ബേസിക് വേജസ് തന്നിരിക്കുന്നത് 10,000, 15,000. ഡിയർനസ് അലവൻസ് 50% എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 10,000 50%, 15,000 15% ഡിയർനസ് അലവൻസ് ആയത്. ഓവർ ടൈം വേജസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓവർ ടൈം വേജസും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് കൂട്ടുമ്പോൾ 10,000 പ്ലസ് 15,000 പ്ലസ് ഓവർ ടൈം വേജസ് കൂട്ടുമ്പോഴാണ് ഗ്രോസ് വേജസ്. രണ്ടിന്റെ ഗ്രോസ് വേജസ് കിട്ടും. അതിന് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ അത് 8% ഓഫ് ബേസിക് ആണ്. ബേസിക് എത്ര? 10,000 8%, 800, 15,000 8%, 1280. അതായത് 8% ഓഫ് ബേസിക്. ബേസിക് എന്ന് പറഞ്ഞാൽ 8% ഓഫ് 10,000. ഇവിടെ 8% ഓഫ് 15,000. അതാണ് 1280 കൊടുക്കുന്നത്. മനസ്സിലായോ? ഇതാണ് നമുക്ക് ഈ ഓവർ ടൈം എങ്ങനെ 1500 കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇത് ഈ അവിടെ അവര് പറയുന്നത് പ്രൊവിഡന്റ് ഫണ്ട് ബേസിക് വേജസ്, അതുകൂടാതെ അതിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ട്, അത് ബേസിക് വേജസിന്റെ 2%. അതുകൂടെ നമുക്ക് എഴുതാം. 10,000ന്റെ 2%, 16,000ന്റെ 2%, 320. അപ്പൊ എന്താണ്? ബേസിക് പ്ലസ് ഡിയറൻസ് പ്ലസ് ഓവർ ടൈം ചെയ്യുമ്പോൾ ഗ്രോസ് കിട്ടുന്നു. അതിന് PFഉം
ESI കുറയ്ക്കുമ്പോൾ നെറ്റ് കിട്ടും. ഓക്കെ, എങ്ങനെയാണ് ഓവർ ടൈം കിട്ടിയത് നോക്കാം. ഗ്രോസ് വേജസ് എന്ന് പറയുമ്പം 15,000 അതായത് ഓവർ ടൈം കൂട്ടാതെ ജസ്റ്റ് ബേസിക് പ്ലസ് ഡി ആണ് എന്താണ് ഗ്രോസ് വേജസ്. ഓവർ ടൈം കൂട്ടുന്നില്ല, അത് കണ്ടുപിടിക്കണ്ടേ. ഓവർ ടൈം കൂട്ടാതെ ഗ്രോസ് വേജസ് എന്ന് പറയുമ്പോൾ 10,000 പ്ലസ് 5,000 15,000 16,000 പ്ലസ് 8,000 ബേസിക് പ്ലസ് ഡി എ 16,000 പ്ലസ് 8,000 24,000. അതിന്റെ കൂടെ നേരത്തെ കണ്ടുപിടിച്ച എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പി എഫും എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ESI നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു പെർസെന്റേജ്. ഓക്കെ, പെർസെന്റേജ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നല്ലോ, അത് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഗ്രോസ് വേജസ് ഏൺഡ് കിട്ടി. നോർമൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 200 ആണ്. അപ്പൊ 16,000 രൂപ ശമ്പളം വേജസ് കൊടുക്കുന്നു ടോട്ടല്. 25,600 ടോട്ടൽ വേജസ് കൊടുക്കുന്നു. ഡിവൈഡ് ബൈ 200 അവേഴ്സ് ഒരു മാസം വർക്ക് ചെയ്താൽ ആദ്യത്തെ പേഴ്സൺ 80 അവേഴ്സ് ആണ് ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്തത്, രണ്ടാമത്തെ ആൾ 128 അവേഴ്സ് ആണ് ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്തത്. ഓക്കെ, ഓവർ ടൈം എങ്ങനെയാണ് ഓവർ ടൈം കണ്ടുപിടിക്കുന്നതിന്റെ ഫോർമുല ഓവർ ടൈം ഈസ് ഈക്വൽ ടു ഡബിൾ ബേസിക് പ്ലസ് ഡിയുടെ ഡബിൾ ആണ് സാലറി കൊടുക്കുക ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്. 2 into basic plus DA into 10 hours ആണ് ഓവർ ടൈം ആയിട്ട് Y എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തതിന് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 10 hours divided by 200. ഓക്കെ, 200 ആണ് നോർമൽ ഒരു മാസത്തെ. 10 hours ആണ് ഓവർ ടൈം ആയിട്ട് ആ മാസം വർക്ക് ചെയ്തത്. 10 divided by 200. അപ്പോൾ 2 into basic wage plus DA. എക്കാണ് ഓവർ ടൈം വർക്ക്, എ ആണ് ഓവർ ടൈം ചെയ്തത്. അപ്പോൾ 2 into 10,000 plus 5,000. 10,000 plus 5,000 15,000. 2 into 15,000 into 10 whole divided by 200 ചെയ്യുമ്പോൾ 1,500 ആണ് ഓവർ ടൈം പേയ്മെന്റ് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഏർണിങ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യം ഓവർ ടൈം സി വർക്കിംഗ് നോട്ട് 1 എന്ന് പറഞ്ഞ് 1,500 ആഡ് ചെയ്തത്. ഇനി വർക്കറെ ഓർഡിനറി വേജസ് 16,000 രൂപ ഓർഡിനറി ആയിട്ട്, അതിന്റെ കൂടെ ഓവർ ടൈം 1,500. ഓവർ ടൈം പർട്ടിക്കുലർലി Y എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്, അവിടെ കൊടുത്താൽ മതി. ബാക്കി 16,000 അവർ തന്ന പെർസെന്റേജ് അനുസരിച്ച് 40-30-30 50-20-30 അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളിലെ ഗ്രോസ് വേജസ് എന്ന് പറഞ്ഞാൽ 25,600 ആണ്. അതും ഇതുപോലെ 5:2 50:20:30 പെർസെന്റേജിൽ അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഈ അവർക്ക് കിട്ടിയ മൊത്തം അവർക്ക് കൊടുത്ത പേയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വൈസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി കോസസ് ഓഫ് ഓവർ ടൈം അറ്റ് എ ഡിസൈർ ഓഫ് കസ്റ്റമർ ട്രീറ്റ്മെന്റ് ഓഫ്. അപ്പം പ്രോസസ് ഓഫ് ഓവർ ടൈം കസ്റ്റമർ പറഞ്ഞിട്ടാണെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനാണെങ്കിൽ ഓവർ ടൈം പ്രീമിയം ജോബിലേക്ക് ചാർജ് ചെയ്യും. ഡ്യൂ ടു ജനറൽ പ്രഷർ ഓഫ് വർക്ക് ടു ഇൻക്രീസ് ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയുള്ള പ്രഷർ കൊണ്ടാണെങ്കിൽ ജനറൽ ഓവർ ഹെഡ്സ്. നിഗ്ലിജൻസ് അല്ലെങ്കിൽ വർക്ക് അറിയാത്തതുകൊണ്ടുള്ള ഡിലേ കൊണ്ടാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ചാർജ് ചെയ്യും ആ ഓവർ ടൈം എക്സ്പെൻസ് അല്ലെങ്കിൽ ഓവർ ടൈം പ്രീമിയം. ഡ്യൂ ടു സർക്കംസ്റ്റൻസ് ബിയോണ്ട് കൺട്രോൾ ലൈക്ക് ചാർജ് പോസ്റ്റിംഗ് പി. ബിയോണ്ട് കൺട്രോൾ ആണെങ്കിൽ പോസിറ്റീവ് ബിയാണ്ട് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യും. അടുത്ത ഒരു പ്രോബ്ലം ചെയ്യാം. ബേസിക് വേജ് എന്ന് പറഞ്ഞാൽ 100 per hour ആണ്. ഓവർ ടൈം റേറ്റ്സും തന്നിട്ടുണ്ട്. ബേസിക് എന്ന് പറയുമ്പോൾ നോർമൽ വർക്കിംഗ് അവേഴ്സിൽ 170% ബേസിക് വേജ് റേറ്റ് കൊടുക്കുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ നോർമൽ വർക്കിംഗ് അവേഴ്സിൽ സൺഡേ മറ്റ് ഹോളിഡേസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ബേസിക്കിന്റെ 225% കൊടുക്കും. സൺഡേയും മറ്റ് ഹോളിഡേസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 225% ആണ് കൊടുക്കാം. ലാസ്റ്റ് ഇയറിൽ നോർമൽ ആയിട്ട് 1 lakh hours ആണ് വർക്ക് ചെയ്തത്. ഓവർ ആയിട്ട് 20,000 hours വർക്ക് ചെയ്തു ഓവർ ടൈം.
ഇനി ഓവർ ടൈം സൺഡേ ഹോളിഡേയ്സിൽ 5,000 വർക്ക് ചെയ്തു. ലാസ്റ്റ് ഇയറിൽ 1,24,800 എംപ്ലോയീസ് വർക്ക് ചെയ്തെങ്കിൽ നോർമൽ ആയിട്ട് ബേസിക് വേജ് റേറ്റ് 100 പെർ അവർ. ഓക്കെ, അപ്പൊ നോർമൽ 100 പെർ അവർ ആണ്. പക്ഷെ നോർമൽ വർക്കിംഗ് അവേഴ്സിനേക്കാൾ അപ്പുറം ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബേസിക് 100ന്റെ 175% കൊടുക്കും. സൺഡേ ഹോളിഡേയ്സും വർക്ക് ചെയ്യുകയാണെങ്കിൽ ബേസിക്കിന്റെ 225%. നോർമൽ ടൈമും ഓവർ ടൈമും സൺഡേ ഹോളിഡേ വർക്ക് ചെയ്തതാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. നോർമൽ ആയിട്ട് 1 lakh hours വർക്ക് ചെയ്ത് ഓവർ ടൈം ആയിട്ട് 20,000 hours, സൺഡേയും മറ്റു ഹോളിഡേയ്സ് 5,000 hours. The following hours have been worked on job Z. നോർമൽ ആയിട്ട് ജോബ് ഇസഡിൽ മാത്രം നോർമൽ ആയിട്ട് 1,000 hours, ഓവർ ടൈം 100 hours, സൺഡേ ആൻഡ് ഹോളിഡേയ്സ് 25 hours, അങ്ങനെ 1,125 hours ജോബ് ഇസഡിന് വേണ്ടി അവർ വർക്ക് ചെയ്തു. You are required to calculate labor cost charged to job Z and overhead in each of the following instances. Where overtime is worked regularly throughout the year, regular ആയിട്ട് എടുക്കുക ഓവർടൈം ചെയ്യിക്കുന്ന പോളിസി ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. ഇത് ബേസിക് വേജ് റേറ്റ് 100 പെർ അവർ ആണ്. ഓവർ ആയിട്ട് ഒരു ദിവസം വർക്ക് ചെയ്താൽ 100ന്റെ 175%, 175 പെർ അവർ ആവും. സൺഡേ മറ്റ് ഹോളിഡേയ്സും വന്ന് വർക്ക് ചെയ്താൽ 100 × 225%, 225 പെർ അവർ. ആവറേജ് ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ് എന്ന് പറയുമ്പോൾ ആനുവൽ വേജസ് ഫോർ ദ പ്രീവിയസ് ഇയർ ഫോർ എ നോർമൽ ടൈം. പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ 1 lakh hours നോർമൽ ആയിട്ട് വർക്ക് ചെയ്തു, ഇപ്പൊ 100 രൂപ വെച്ച് കൊടുത്തു. ലാസ്റ്റ് ഇയർ 20,000 hours ഓവർ ടൈം വർക്ക് ചെയ്തു, അതിന് 175 വെച്ച് കൊടുത്തു. ലാസ്റ്റ് ഇയർ 5,000 hours സൺഡേസും മറ്റ് ഹോളിഡേയ്സിൽ വർക്ക് ചെയ്തു, അതിന് 225 വെച്ച് കൊടുത്തു. അങ്ങനെ ടോട്ടൽ ചെയ്തപ്പം ടോട്ടൽ വേജസ് 146,25,000 നമുക്ക് കിട്ടി. ഓക്കെ, പക്ഷെ ഇതിന് ടോട്ടൽ വർക്ക് ചെയ്ത എത്ര അവേഴ്സ് ആണ്? 1,20,000, 5,000, 1,25,000 അവേഴ്സ് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ആവറേജ് ആയിട്ട് 117 rupees ആണ് നമുക്ക് ഓരോ എംപ്ലോയിക്ക് കൊടുത്തതായിട്ട് കാണാൻ പറ്റും ആവറേജ് എടുക്കുമ്പോൾ. ഇനി ഓവർ ടൈം റെഗുലർലി ആയിട്ട് പീരിയോഡിക്കലി ആണ് നമ്മൾ ഇടുന്നെങ്കിൽ ജോബ് ഇസഡിലേക്ക് നമുക്ക് പോവാം. ടോട്ടൽ അവേഴ്സ് എത്രയാണ്? പീരിയോഡിക്കലി ആണ്. ഇപ്പൊ ആവറേജ് നമുക്ക് സാധിക്കും. പീരിയോഡിക്കലി അവർക്ക് ഓവർ വർക്ക് കൊടുത്ത, അല്ലാതെ സീസൺ പെട്ടെന്ന് ഒരു സമയത്ത് മാത്രം ഓവർ വർക്ക് ചെയ്യിപ്പിച്ചതല്ല. അപ്പൊ 125 hours ആണ് ഉള്ളത്. 125 hours ഇൻറ്റു, അപ്പൊ പീരിയോഡിക്കലി റെഗുലറായിട്ട് ഇങ്ങനെ ഓവർ ടൈം ആയതുകൊണ്ട് 125 hours ഇൻറ്റു ₹117 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എംപ്ലോയി കോസ്റ്റ് ചാർജബിൾ ടു ജോബ് ഇസഡ് കിട്ടി. പക്ഷെ ഓവർ ടൈം അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇറഗുലർലി ടു മീ, ചിലപ്പോൾ ചില സമയത്ത് സീസണൽ, ഇപ്പൊ ഓണം വന്നു അല്ലെങ്കിൽ ക്രിസ്മസ് വന്നു, അങ്ങനെ സീസണൽ ആയിട്ടാണെങ്കിൽ അത് മാറും. അതെങ്ങനെയാണ്? 1,125 അവേഴ്സിന് 100 രൂപ വെച്ച് ബേസിക് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ എങ്ങനെ 100 hours, അതുകൂടാതെ എത്ര അവേഴ്സ് ഈ സീസണിൽ വർക്ക് ചെയ്തു? 100 hours, 25 hours. അതിന് 100 hours 175ന്റെ ആണ്. അപ്പൊ 175 100 hours ഓൾറെഡി 1,125 ബേസിക് കൊടുത്തുല്ലോ. പ്രീമിയം എത്രയായിരിക്കും? ബാക്കി 75 രൂപ. അത് 100 hours കൊടുക്കും മറ്റേ ഓവർ ടൈം വർക്ക് ചെയ്തവർ. ഇനി സൺഡേ ഹോളിഡേയ്സിൽ ചിലപ്പം ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ട് 100 അല്ലെങ്കിലും ഈ ടോട്ടൽ അവേഴ്സിന് കൊടുക്കുമല്ലോ. ബാക്കി 125 പ്രീമിയം ഇൻറ്റു 25 hours വർക്ക് ചെയ്തായിരുന്നു അതിനും കൊടുക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 10,625 പ്രീമിയം ആയിട്ട് അവർക്ക് കൊടുത്തത്, 1,12,500 ബേസിക് ആയിട്ട് കൊടുത്തത്. ഓക്കെ, ഇനി ഓവർ ടൈം ഈസ് വർക്ക് അറ്റ് എ റിക്വസ്റ്റ് കസ്റ്റമറിന് പ്രത്യേക ജോബിന് വേണ്ടി വിളിച്ചതാണെങ്കിലും ഏകദേശം ഇതുപോലെ തന്നെ. ഓൾറെഡി 1,125 hours 100 രൂപ കൊടുക്കണം. പിന്നെ 100 hours എക്സ്ട്രാ ചില ദിവസം ചെയ്തത് കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്യുന്നത് 75 rupees പ്രീമിയം, 175 minus 175 into 100. പിന്നെ 25 hours സൺഡേയും മറ്റ് ഹോളിഡേയ്സും ചെയ്തത് 225 minus 100, 125 into 25. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 123, 125 തന്നെയാണ്. ഇനി സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ് ആൻഡ് ഇൻസെന്റീവ്.
ടൈം ബേസ്ഡ് ആൻഡ് സ്ട്രേറ്റ് ടൈം വേജ് ഉണ്ട്. അവേഴ്സ് വർക്ക് ഇൻറ്റു റേറ്റ് പെർ അവർ. Prices produced into rate per piece, output based. Combination time and output, time wage or piece wage, whichever is higher. ഇനി പ്രീമിയം ബോണസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഫോർമുല ഓക്കെ കണ്ട. ഹാൻസി സിസ്റ്റത്തിൽ ഈ പ്ലസിന് ഇപ്പുറത്തുള്ളതാണ് പ്രീമിയം. പ്രീമിയം കണ്ട. ഹാൻസി സിസ്റ്റത്തിലെ പ്രീമിയം 50% ടൈം സെയിം ഇൻറ്റു ടൈം ടേക്കൺ. ഹാൻസി സിസ്റ്റത്തിൽ കണ്ട 50% ടൈം സേവ് ഇൻറ്റു ടൈം ടേക്കൺ ആണ് ബോണസ്. അതുപോലെ തന്നെ ഈ റോവലിന്റെ പ്ലസിന് അപ്പുറത്തുള്ളതാണ് ബോണസ്. ടൈം സേവ് ഡിവൈഡ് ബൈ ടൈം അലൗഡ് ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്. ടൈം സേവ് ഡിവൈഡ് ബൈ ടൈം അലൗഡ് ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്. ഗ്രൂപ്പ് ബോണസുകളും ഉണ്ട്. Time taken 50% of standard time. Bonus under both the plan shall be same time taken. അല്ലെങ്കിൽ more than 50% of standard time ആണെങ്കിൽ bonus under Rowan shall be higher. Time taken is less than 50% standard time. Bonus under Halsey shall be higher. Conclusion പറയുന്നേ ഉള്ളൂ. അടുത്ത നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. Problem like company has its factories at 2 locations. Location A ഉപയോഗിക്കുന്ന Rowan plan. Rowan plan എന്ന് പറഞ്ഞാൽ ഏതാണ്? Time taken into rate per hour plus time saved divided by time allowed into time taken into rate per hour. Location B പക്ഷെ ഉപയോഗിക്കുന്ന Halsey plan ആണ്. Halsey plan എന്താണ്? Time taken into time rate plus 50% time saved into time rate. Standard time and basic rate of wages are same for job which is similar and is carried out on similar machinery. Time allowed, time ഇവിടെ allow ചെയ്യുന്നത് 60 hours ആണ്. 60 hours ആണ് ഇവർ ടൈം അലോ ചെയ്ത് കൊടുക്കുന്നത്. ലൊക്കേഷൻ എയിൽ 36 hours ആണ് ജോബ് അറ്റ് ലൊക്കേഷൻ എ ഈസ് കംപ്ലീറ്റ്. 36 hours ജോബ് ലൊക്കേഷൻ എ കംപ്ലീറ്റ് ചെയ്തു. ലൊക്കേഷൻ ബി 48 hours കംപ്ലീറ്റ് ചെയ്തത്. 60 hours കൊടുത്ത് 36 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 60 മൈനസ് 36 എന്ന് പറഞ്ഞാൽ 24 hours മുമ്പ് ഇവർ സേവ് ചെയ്തില്ലേ? 24 hours മുമ്പ് ഇവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ലൊക്കേഷൻ ബി കാരോ 60 മൈനസ് 48 അടിച്ച ഇവിടെ 12 hours മുമ്പാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. കൺവേർഷൻ കോസ്റ്റ് റെസ്പെക്ട് കൺവേർഷൻ കോസ്റ്റ് രണ്ട് ലൊക്കേഷൻ എ ലൊക്കേഷൻ ബി തരുന്നുണ്ട്. ഓവർഹെഡ് കൗണ്ട് ₹20 per hour ആണ് ഓവർഹെഡ് എക്സ്പെൻസ് കൗണ്ട് ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ ചെയ്യും? ഫോർമുല ലൊക്കേഷൻ എ ഉപയോഗിച്ചത് എന്ത് മെത്തേഡാണ്? റോവൻ പ്ലാൻ. റോവൻ പ്ലാനിന്റെ ഫോർമുല എന്താണ്? Time taken plus rate per hour plus time saved divided by time allowed into time taken into rate. 36 hours കൊണ്ട് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നോർമൽ വേജ് റേറ്റ് അറിഞ്ഞൂടാ. നോർമൽ വേജ് റേറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് 36 ഇൻറ്റു 36 hours അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലേ? അതെ, 36 hours അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇൻറ്റു എത്ര വേജ് റേറ്റ് എന്ന് അറിഞ്ഞൂടാ. പ്ലസ് 14.4 എന്ന് പറയുന്നത് ടൈം സേവ്ഡ് ഡിവൈഡ് ബൈ ടൈം അലൗഡ്. ടൈം എത്ര സേവ് ചെയ്തു? 24 hours.